നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഈ ആഴ്ചത്തെ നക്ഷത്ര വാരഫലം, അതായത് മാർച്ച് 31 മുതൽ ഏപ്രിൽ 6 വരെയുള്ള നിങ്ങളുടെ നക്ഷത്രം എങ്ങനെയായിരിക്കാമെന്ന് നോക്കാം. ഈ ആഴ്ച നല്ല ഫലങ്ങൾ തുണയ്ക്കുന്ന രാശികൾ ഏതെല്ലാം? അനുകൂല ഫലങ്ങൾ എങ്ങനെയായിരിക്കും? വാരഫലം വിശദമായി അറിയാം. മേടരാശി. നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും മാത്രമല്ല, കുടുംബകാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം കൈവരിക്കും. പ്രധാനപ്പെട്ട ഏതൊരു തീരുമാനവും എടുക്കുമ്പോൾ കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. തൊഴിൽ തേടി അലഞ്ഞു നടക്കുന്നവർക്ക് ആഗ്രഹിച്ച അവസരം ലഭിക്കും. ഒരു രാഷ്ട്രീയക്കാരന് വലിയ സ്ഥാനമോ ഉത്തരവാദിത്വമോ ലഭിച്ചേക്കാം. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ലഭിക്കും. കുട്ടികളുമായി ബന്ധപ്പെട്ട ചില നല്ല വാർത്തകൾ ലഭിക്കുന്നതിനാൽ വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകും. ഈ സമയത്ത് നിങ്ങൾ പ്രിയപ്പെട്ടവനും സ്വാധീനമുള്ളവനുമായ ഒരു വ്യക്തിയെ കാണും. അതിൻ്റെ സഹായത്തോടെ ഭാവിയിൽ ലാഭകരമായ പദ്ധതികൾ തയ്യാറാക്കും. ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകും. ആരോഗ്യം സാധാരണമായിരിക്കും. ഇടവരാശി. ആഴ്ചയുടെ ആരംഭം ശുഭകരമാകുമെന്ന് പറയുന്നു. ആഴ്ചയുടെ മധ്യത്തിൽ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും യാത്ര ചെയ്യുന്നതിനുമായി നിങ്ങളുടെ പോക്കറ്റിന് താങ്ങാവുന്നതിലും കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ഇതുമൂലം നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഏതു തീരുമാനവും വളരെ ആലോചിച്ച് എടുക്കുക. ഈ കാലയളവിൽ സ്വത്തുക്കളും പൂർവിക സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രധാന പ്രശ്നമായി മാറിയേക്കാം. ഏതൊരു തർക്കവും കോടതിയിൽ എത്തിക്കുന്നതിനു പകരം പരസ്പര സംഭാഷണത്തിലൂടെ പരിഹരിക്കുന്നത് നല്ലതാണ്. ഈ കാലയളവിൽ ബിസിനസ്സുകാർ പണമിടപാടുകളിൽ വലിയ ശ്രദ്ധാലുവായിരിക്കണം. ഏതെങ്കിലും സ്കീമിൽ നിക്ഷേപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ശരിയായി വായിച്ചതിനു ശേഷം മാത്രം തീരുമാനമെടുക്കുക. അല്ലാത്ത പക്ഷം പിന്നീട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. മിഥുനരാശി. ആഴ്ചയുടെ ആരംഭം പ്രക്ഷുബ്ധമായിരിക്കുമെന്ന് പറയുന്നു. നിങ്ങളുടെ കരിയറുമായും ബിസിനസ്സുമായും ബന്ധപ്പെട്ട യാത്രകൾ നടത്തേണ്ടി വന്നേക്കാം. തൊഴിൽ ചെയ്യുന്നവർക്ക് അധിക വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടും. എന്നിരുന്നാലും ചിലവുകൾ വരുമാനത്തേക്കാൾ കൂടുതലായിരിക്കും. നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. വളരെ കാലമായി തൊഴിൽ അന്വേഷിക്കുന്നവരോ ജോലി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരോ ആയ ആളുകൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. എന്നിരുന്നാലും ഇത് ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു അഭ്യുതകാംക്ഷിയുടെ ഉപദേശം സ്വീകരിക്കുക. കോടതി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം വന്നാൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചേക്കാം. പ്രണയബന്ധത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ഇത് വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. തർക്കത്തിന് പകരം സംഭാഷണത്തിലൂടെ ഏത് പ്രശ്നവും പരിഹരിക്കുക. കോപത്തോടെ ഒരു തീരുമാനവും എടുക്കരുത്. അല്ലാത്ത പക്ഷം പിന്നീട് നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വന്നേക്കാം. കർക്കിടക രാശി. നിങ്ങൾ മുമ്പ് ഏതെങ്കിലും പ്രോജക്റ്റിലോ ബിസിനസ്സിലോ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിനായി പരിശ്രമിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകൾ സന്തോഷകരവും വിജയകരവുമാണെന്ന് തെളിയിക്കപ്പെടും. വിപണിയിൽ കുടുങ്ങിക്കിടക്കുന്ന പണം അപ്രതീക്ഷിതമായി പുറത്തുവരും. വിദേശത്ത് ഒരു കരിയർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നല്ല വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. അധികാരം, സർക്കാർ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിജയവും നേട്ടങ്ങളും ലഭിക്കും. പൊതു പരീക്ഷകൾക്കും മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചില നല്ല വാർത്തകൾ ലഭിച്ചേക്കാം. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കും. ചിങ്ങരാശി. ആദ്യ ആഴ്ച വളരെ ഭാഗ്യകരമായിരിക്കുമെന്നും നിങ്ങളുടെ പദ്ധതി പ്രകാരം ചെയ്ത ജോലികൾ
കൃത്യസമയത്ത് പൂർത്തിയാക്കുമെന്നും പറയുന്നു. ഇത് നിങ്ങളിൽ വ്യത്യസ്തമായ ഒരു ആത്മവിശ്വാസം കൊണ്ടുവരും. സ്ഥാനക്കയറ്റത്തിനോ സ്ഥലം മാറ്റത്തിനോ ഉള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമായേക്കും. അത് നിങ്ങളുടെ വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ ജോലിയിൽ വളരെ സഹായകരമാണെന്ന് തെളിയിക്കപ്പെടും. ആഴ്ചയുടെ മധ്യത്തിൽ കുടുംബാംഗങ്ങളിൽ ഒരാളുടെ നേട്ടം സന്തോഷത്തിന് ഒരു പ്രധാന കാരണമാകും. കുടുംബവുമായി ബന്ധപ്പെട്ട് ഏത് പ്രധാന തീരുമാനവും എടുക്കുമ്പോൾ കുടുംബാംഗങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ അച്ഛൻ പൂർണ്ണമായും നിങ്ങളോടൊപ്പം നിൽക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് വലിയ ബഹുമതികൾ ലഭിച്ചേക്കാം. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. കന്നി രാശി. ജീവിതത്തിലെ ഏത് വലിയ പ്രശ്നവും അടുത്ത സുഹൃത്തുക്കളുടെ സഹായത്തോടെ പരിഹരിക്കപ്പെടുമെന്നതിനാൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഇത് നിങ്ങൾക്ക് വളരെ അനുകൂലവും ശുഭകരവുമായിരിക്കും. ഓഫീസിലെ മുതിർന്നവരിൽ നിന്നും ജൂനിയർമാരിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും. കരിയറിലും ബിസിനസ്സിലും എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണെന്ന് തെളിയും. ഈ രണ്ടു കാര്യങ്ങൾക്കുമായി നടത്തുന്ന യാത്രകൾ വിജയിക്കും. ഓഫീസിൽ മാത്രമല്ല, വീട്ടിലും സമൂഹത്തിലും നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കും. ആഴ്ചയുടെ മധ്യത്തിൽ മതത്തിലും ആത്മീയതയിലും നിങ്ങളുടെ താല്പര്യം വർദ്ധിക്കും. ഈ കാലയളവിൽ ഏതെങ്കിലും തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധ്യമാണ്. എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രത്യേക ശ്രദ്ധ നൽകേണ്ടി വരും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. തുലാം രാശി. ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങളുടെ ഉറ്റ സുഹൃത്തിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും പുരോഗതി കൈവരിക്കാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കുമെന്ന് പറയുന്നു. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആരോഗ്യവും സമയക്കുറവും തടസ്സമായി മാറും. ഇതുകൂടാതെ നിങ്ങളുടെ ആരോഗ്യത്തിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിങ്ങൾക്ക് വിഷമമുണ്ടാക്കും. പ്രണയബന്ധങ്ങളുടെ കാര്യത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പ്രണയ പങ്കാളിയെ സംബന്ധിച്ച് കുടുംബാംഗങ്ങളുമായി തർക്കമുണ്ടാകാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പിന്തുണ ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടേക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ പ്രശ്നങ്ങളെ മറികടക്കാൻ ക്ഷമയോടെ കാത്തിരിക്കുക. വൈകാരികമായി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. വൃശ്ചിക രാശി. ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുമെന്ന് പറയുന്നു. ഇതോടെ നിങ്ങളുടെ ആസൂത്രണം ചെയ്ത ജോലി കൃത്യസമയത്ത് പൂർത്തിയാക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ശുഭകരമാകുമെന്ന് തെളിയിക്കപ്പെടുന്നു. കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവസരങ്ങൾ ലഭിക്കും. ഒരു പ്രധാന സർക്കാർ പദ്ധതിയിൽ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടെ സഫലമാകും. വസ്തു വാങ്ങുന്നതും വിൽക്കുന്നതും പ്രതീക്ഷിച്ച ലാഭം നേടിത്തരും. ഈ സമയത്ത് നിങ്ങളുടെ എതിരാളികൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്നും നിങ്ങളെ വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ അല്പം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അവിവാഹിതരുടെ വിവാഹം ഉറപ്പിക്കാൻ കഴിയും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ധനുരാശി. നിങ്ങൾ ഇന്നത്തെ ജോലി നാളത്തേക്ക് മാറ്റിവെക്കുന്ന ശീലം ഉപേക്ഷിക്കണം. അല്ലാത്ത പക്ഷം ജീവിതത്തിൽ പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന ഒരു വലിയ അവസരം നിങ്ങൾക്ക് നഷ്ടമാകും. സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ സമയത്ത് നിങ്ങൾ പൂർണ്ണ കഠിനാധ്വാനത്തോടെ ഏതെങ്കിലും ജോലി ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം ലഭിക്കും. കൂടാതെ നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പൂർണ്ണ പിന്തുണ ലഭിക്കും. മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ഒഴിവാക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം സമയബന്ധിതമായ സഹായം ലഭിക്കാത്തതിനാൽ നിങ്ങളുടെ ജോലി തടസ്സപ്പെട്ടേക്കാം. നിങ്ങൾ ഏതെങ്കിലും മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില നല്ല വാർത്തകൾ ലഭിക്കും. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക. മകരരാശി. ആഴ്ചയുടെ ആരംഭം വളരെ തിരക്കേറിയതായിരിക്കുമെന്നും പറയുന്നു. വീട്ടിലെന്ന പോലെ ജോലി സ്ഥലത്തും നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും. ഇത് നേടിയെടുക്കുന്നതിന് നിങ്ങളുടെ അഭ്യുദാംക്ഷികളിൽ നിന്നും ഒരു പൂർണ്ണ പിന്തുണ ലഭിക്കും.
ബിസിനസ് വികസിപ്പിക്കാൻ ചിന്തിച്ചവരുടെ ആഗ്രഹം സഫലമായേക്കും. പ്രിയപ്പെട്ട ഒരാളുടെ വരവ് മൂലം വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകും. ആവേശത്തോടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് കഴിവതും ഒഴിവാക്കണം. അല്ലാത്ത പക്ഷം പിന്നീട് നിങ്ങൾ ഖേദിക്കേണ്ടി വന്നേക്കാം. ഏതൊരു പ്രശ്നവും പരിഹരിക്കുമ്പോൾ മൂന്നാമതൊരു വ്യക്തിയുടെ സഹായം സ്വീകരിക്കുന്നതിനു പകരം പരസ്പരം സംസാരിച്ച് പരിഹരിക്കുന്നതാണ് നല്ലത്. ദാമ്പത്യ ജീവിതത്തിൽ മാധുര്യമുണ്ടാകും. ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ ഇണയുടെ പിന്തുണ ലഭിക്കും. കുംഭരാശി. ആഴ്ചയുടെ ആരംഭം ഐശ്വര്യവും നേട്ടങ്ങളും കൊണ്ടുവരുമെന്നും പറയുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് നിങ്ങളെ സഹായിക്കാൻ ഓരോ വ്യക്തിയും മുൻകൈയെടുക്കുന്നത് കാണാനാകും. ഓഫീസിലെ മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ ജോലിയെ വിലമതിക്കും. അധികാരവും സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ചില പ്രധാനമായ ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചേക്കാം. നിങ്ങൾ വളരെ കാലമായി ജോലി അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച അവസരം ലഭിച്ചേക്കാം. ലാഭത്തിൻ്റെ കാര്യത്തിൽ ഈ സമയം ബിസിനസ്സുകാർക്ക് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് പങ്കാളിത്തത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. ആഴ്ചയുടെ മധ്യത്തിൽ ആഡംബരങ്ങൾക്കോ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ അലങ്കാരങ്ങൾക്കോ നിങ്ങളുടെ പോക്കറ്റിന് താങ്ങാവുന്നതിൽ കൂടുതൽ പണം ചെലവഴിച്ചേക്കാം. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. മീനരാശി. ആഴ്ചയുടെ തുടക്കത്തിൽ ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നു. ജോലിയിലോ ബിസിനസ്സിലോ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളുടെ വലിയ വിജയം കുടുംബത്തിൻ്റെ സന്തോഷത്തിന് ഒരു പ്രധാന കാരണമായി മാറും. ശരിയായ സമയത്ത് എടുക്കുന്ന ശരിയായ തീരുമാനം സാമ്പത്തിക നേട്ടത്തിനും നിങ്ങളുടെ പുരോഗതിക്കും ഒരു പ്രധാന കാരണമാകും. ഓഫീസിലെ ആളുകൾ നിങ്ങളുടെ തീരുമാനത്തെ പ്രശംസിക്കും. കല, സംഗീതം, പത്രപ്രവർത്തനം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇത് വളരെ ശുഭകരമാണെന്ന് തെളിയിക്കപ്പെടും. സമൂഹത്തിൽ ആദരവ് വർദ്ധിക്കും. വളരെ കാലമായി നിങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. കോടതിയിൽ നടക്കുന്ന കേസിൽ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായേക്കാം. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഒരു ദീർഘദൂര യാത്രയ്ക്ക് പോകാം. ഇത് തൊഴിൽ ചെയ്യുന്നവർക്ക് ഒരു വരുമാന മാർഗമായി മാറും. നിങ്ങളുടെ ഇണയുടെ നേട്ടങ്ങൾ നിങ്ങൾ സന്തുഷ്ടരാകും. ഇന്നത്തെ നക്ഷത്ര വാരഫലം എന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഈ യാത്രയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. നക്ഷത്രങ്ങൾ മാറാം, ദിവസങ്ങൾ മാറാം, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികൾ മനോഹരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.